Hi everyone, it's me Adil Salah. So, നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് സ്വാഗതം. Um, ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ്. കണ്ടീഷൻസ് എന്താണ് കണ്ടീഷൻസ്? കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു കണ്ടീഷൻ, എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ വാല്യൂ, എന്തെങ്കിലും ഒരു വാല്യൂവിനെ ബേസ്ഡ് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം വർക്ക് ചെയ്യണം, ആ കണ്ടീഷൻസ് തെറ്റാണെങ്കിൽ നമുക്ക് വേറൊരു കോഡ് ഓഫ് ലൈൻസ് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ കണ്ടീഷൻസ് നമ്മളുടെ കോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എങ്ങനെ കണ്ടീഷൻസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കണ്ടീഷൻസ് എന്ന്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, രണ്ട് വാല്യൂസ്, അതിൽ ഒന്ന് 10ഉം രണ്ടാമത്തത് 20. ഓക്കെ, 10ഉം 20, ഈ രണ്ട് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് വലിയ വാല്യൂ, അതായത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, റൈറ്റ് ഹാൻഡിൽ 20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, ഈ രണ്ട് വാല്യൂസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 10 ആണോ 20 ആണോ വലുത്, ഇതിൽ നമ്മൾ കയ്യിലുള്ളതിൽ ലെഫ്റ്റ് ഹാൻഡിലുള്ളതാണോ റൈറ്റ് ഹാൻഡിലുള്ളതാണോ വലിയ വാല്യൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പം റൈറ്റ് ഹാൻഡിലുള്ളതാണോ ലെഫ്റ്റ് ഹാൻഡിലുള്ളതാണോ വലിയ വാല്യൂ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എൻ്റെ കയ്യിലുള്ളത് ലെഫ്റ്റ് ഹാൻഡിലാണ് 10, റൈറ്റ് ഹാൻഡിലാണ് 20. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലുള്ള വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും, റൈറ്റ് ഹാൻഡിലുള്ള വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും. എങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൽ ഏതാണ് വലുത് എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പൊ എൻ്റെ റൈറ്റ് ഹാൻഡിലുള്ള വാല്യൂ മാത്രം ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ, ഇതാണ് വലുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, കാരണം മേ ബി ലെഫ്റ്റ് ഹാൻഡിലുള്ള വാല്യൂ ആവാം അതിനേക്കാൾ വലുത്. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡിലുള്ള വാല്യൂ എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, ഇതിൽ ഏതാണ് വലുത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ രണ്ട് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം റൈറ്റ് ഹാൻഡിലുള്ള വാല്യൂ ആണോ ലെഫ്റ്റ് ഹാൻഡിലുള്ള വാല്യൂ ആണോ രണ്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും ഇതിൽ ഏതാണ് വലുത് എന്നുള്ളത്. ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, പറയണം ഏത് 10 ആണ് അല്ലെങ്കിൽ 20 ആണ് വലുത്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിലുള്ളതാണ് വലുത് ലെഫ്റ്റ് ഹാൻഡിലുള്ളത് ചെറുത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു കൺക്ലൂഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലോട്ട് നമുക്ക് എത്തിപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരു കണ്ടീഷൻസ് നമുക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ കോഡിങ്ങിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സെഷനിൽ ഫസ്റ്റ് ഞാൻ ഒരു HTML പേജ്, ഒരു ബ്ലാങ്ക് HTML പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ ആണ് ജാവാസ്ക്രിപ്റ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത്. മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഒരു JS ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തു, conditions.js എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ JS ഫയലിൽ നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി വർക്ക് ആവില്ലല്ലോ. വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു കൺസോൾ ലോഗിൽ ഞാൻ എന്ത് ചെയ്തു, കൺസോൾ ലോഗ് എന്താണെന്ന് ഓർമ്മ ഉണ്ടല്ലോ. കൺസോൾ ലോഗ് എന്തിനാണ്, നമുക്ക് ഈ ഫയൽ, ഞാൻ ജസ്റ്റ് ഈ ഒരു ഫയലിൽ നമുക്ക് എന്തെങ്കിലും ബ്രൗസർ തരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് കൺസോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്പെക്റ്റിൽ ഇപ്പം ക്രോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു വെബ് പേജ്, ഞാൻ ഒറ്റ മിനിറ്റ് ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, റൺ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റിൽ വന്നിട്ട് ഇവിടെ കണ്ടോ, കൺസോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണുന്നുണ്ടോ? ഓക്കെ, ഈ കൺസോൾ ഇതാണ് നമുക്ക് കൺസോൾ എന്ന് പറയുന്നത്. ഇത് ബ്രൗസർ തരുന്ന ഒരു തരം ഫീച്ചറാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ്സ് ഡിബഗ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കോഡ്സിൽ എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ബ്രൗസേഴ്സിലെ ഒരു ഫീച്ചറാണ് ഈ കൺസോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൺസോളിൽ എന്തെങ്കിലും ഡാറ്റകൾ പ്രിന്റ് ചെയ്ത്, ഇപ്പൊ ഇതിൽ കണ്ടില്ല ലൈവ് റീലോഡ് ഇനേബിൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നില്ല. ഇതുപോലെ നമ്മളുടെ വെബ്സൈറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഈ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക്
കൺസോൾ ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ആ ഫംഗ്ഷനുള്ളിൽ നമ്മൾ എന്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ഞാൻ കുറച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അപ്പൊ ഞാൻ JS ഫയലിൽ ഞാൻ എന്ത് ചെയ്തു, കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷൻ എഴുതി. അതില് JS ഫയൽ connected successfully. Okay. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബ്രൗസേഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ കൺസോളിൽ കാണുന്നുണ്ടോ എന്നുള്ളത്. ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ, എവിടെ കാണുന്നില്ല. ഓക്കെ, കൺസോളിലൊന്നും കാണുന്നില്ല അല്ലേ? കാണാത്തതിന് കാരണം എന്താ? മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സ്റ്റേണലി ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയൽ എക്സ്റ്റേണലി ജാവാസ്ക്രിപ്റ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ JS ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ HTML പേജിനോട് HTML ഡോക്യുമെന്റിനോട് ലിങ്ക് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെഡ് സെക്ഷനിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് SRC ഈ SRCയിൽ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മളുടെ JS ഫയലിന്റെ നെയിം കൊടുക്കണം. എന്താണ് JS ഫയലിന്റെ നെയിം? conditions.js അല്ലേ? കണ്ടോ, ഇത് കണ്ടില്ലേ? conditions.js ആണ് നമ്മുടെ JS ഫയലിന്റെ നെയിം. ഓക്കെ, അപ്പൊ അത് കൊടുക്കാം. conditions.js കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസറിൽ നിന്ന് ചെന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, JS ഫയൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി. നമ്മൾ കണ്ടീഷൻസിൽ ഇവിടെ JS ഫയലിൽ കൊടുത്തത് എന്താണ്? JS ഫയൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഈ സെയിം സാധനം നമുക്ക് എവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്? ബ്രൗസറിൽ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി കണ്ടീഷൻസിലോട്ട് കിടക്കാം. എങ്ങനെയാണ് നമുക്കൊരു കണ്ടീഷൻ, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ രണ്ട് വാല്യൂസ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും അല്ലേ? ഞാൻ ഇതെന്ത് ചെയ്തു, ഒരു വേരിയബിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്തു, വേരിയബിൾസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ നമുക്ക്. വേരിയബിൾസ് എന്താണ്? ഒരു കണ്ടെയ്നർ ആണ്. നമുക്ക് എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, num1 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. എത്ര? num1 എത്രയാ? ഒരു നേരത്തെ പറഞ്ഞ പോലെ 10 കൊടുത്തു. ഓക്കെ, അടുത്തത് ഒരു വാല്യൂ കൂടി വേണമല്ലോ. അപ്പൊ അത് num2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ നെയിം അല്ലെങ്കിൽ വേരിയബിളിനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് 20 എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്താ നമ്മൾ ചെയ്തത്, രണ്ട് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. num1 എന്ന് പറഞ്ഞിട്ടും num2 എന്ന് പറഞ്ഞിട്ടും രണ്ട് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിലോട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. അതിൽ രണ്ട് വേരിയബിൾസിലും ഓരോ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്തു. ഒന്നിൽ num1 എന്ന് പറഞ്ഞ വേരിയബിളിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. num2 എന്ന് പറഞ്ഞ വേരിയബിളിൽ 20 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, num1 എന്ന വേരിയബിൾ ആണോ num2 എന്ന വേരിയബിൾ ആണോ വലുത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും അതിലുള്ള വാല്യൂസിന്റെ സൈസ് നോക്കിയിട്ട് അല്ലെങ്കിൽ വാല്യൂസ് നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടേ അല്ലെ? അപ്പോൾ അത് നമുക്ക് ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ num1 ആണോ num2 ആണോ വലിയ നമ്പർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വലുത് ഏതാണോ അത് നമ്പർ എന്ത് ചെയ്യണം, 20 ആണ് ഇപ്പൊ നമുക്ക് ഇതിൽ വലുത് അല്ലേ? അപ്പൊ 20 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബ്രൗസർ കൺസോളിലെ പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ num1ഉം num2ഉം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ഏതാണോ വലുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ബ്രൗസർ കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് if എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എന്താണ് if സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ if സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ifന്റെ സിന്റാക്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് if ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. സാധാരണ പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, കണ്ടീഷൻസ് കൊടുക്കേണ്ടത്. എന്ത് കണ്ടീഷൻസ്? എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്?
നം 1 ആണോ നം 2 ആണോ വലുത് എന്നുള്ളതല്ലേ ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ, നം 1 ഗ്രേറ്റർ ദാൻ നം 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തൂടെ? മീൻസ് നം 1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്പർ ആണോ, ഒന്നാമത്തെ നമ്പർ നം 1 നം 2നേക്കാൾ വലുതാണോ എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ, കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ഈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ എന്താണ്, നം 1 എന്ന് പറഞ്ഞ വേരിയബിളിൽ നം 2നേക്കാളും വലിയ വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നം 1 നം 2നേക്കാൾ വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ ഇല്ലേ, അതായത് നം 1 ആണ് നം 2നേക്കാൾ വലുത് എന്നുണ്ടെങ്കിൽ അത് കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോഡ് ഓഫ് എന്ത് പ്രിന്റ് ചെയ്യണം, നം 1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് console.log എവിടെ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, console.log അല്ലെങ്കിൽ കൺസോളിൽ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, console.log എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന് കോൾ ചെയ്തു. കൺസോൾ ലോഗിൽ നം 1 അല്ലേ, അല്ലെങ്കിൽ സ്ട്രിങ് ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിങ് ആക്കിയിട്ട് കൊടുക്കണം അല്ലെ, ടെക്സ്റ്റുകളാകുമ്പോൾ നം 1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, എങ്ങനെ സംഭവം മനസ്സിലായോ? നം 1 നമുക്ക് കണ്ടീഷൻ എന്താണ്, നമ്മൾ എന്താണ് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഈഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. അതിൽ ഈഫ് ഇട്ടു, ഈഫിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അതിൽ നം 1 ഗ്രേറ്റർ ദാൻ നം 2 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അത് നമുക്ക് എങ്ങനെയും ചെയ്യാട്ടോ, നം 2 ഗ്രേറ്റർ ദാൻ നം 1 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, നമ്മളുടെ ഇഷ്ടം പോലെയാണ്. പക്ഷെ ഇവിടെ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരാം. നം 1 ഗ്രേറ്റർ ദാൻ നം 2 മീൻസ് നമ്പർ 1 ആയിരിക്കുമല്ലോ. അപ്പോൾ നം 1 ഗ്രേറ്റർ ദാൻ നം 2 എന്ന് പറയുമ്പോൾ നം 1 നം 2നേക്കാൾ വലുതാണോ എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ അല്ലെ, അതാണ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ എന്താണ്, കറക്റ്റ് ആണ്, ട്രൂ ആണ് എങ്കിൽ എന്ത് വർക്ക് ചെയ്യണം, എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, നം 1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് വേണ്ടേ നമുക്ക് പ്രിന്റ് ചെയ്യാൻ. മനസ്സിലായോ? അങ്ങനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക്. മനസ്സിലായോ? നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന അതിനുള്ളിലുള്ള എത്ര കോഡ് ഓഫ് ലൈൻസ് ഉണ്ടെങ്കിലും ആ കോഡ് ഓഫ് ലൈൻസിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം, ഒരു കേർലി ബ്രാക്കറ്റിനുള്ളിലുള്ള നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കേസിൽ നം 1 ഗ്രേറ്റർ ദാൻ നം 2, നം 1 നം 2നേക്കാൾ വലുതാണോ എന്നാണ് കണ്ടീഷൻ. വലുതാണ് എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടീഷൻ ട്രൂ ആണെന്ന് പറയുന്ന കേസ് ഏതാ, ഈ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നം 1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ആണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കണം, കൺസോളിൽ നം 1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈഫിന്റെ ബ്ലോക്കിൽ കൺസോൾ ലോഗിൽ നം 1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇൻ കേസ് ഇനിയിപ്പോൾ അതല്ല നം 2 ആണ് വലുത്. ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോളിൽ എന്തെങ്കിലും പ്രിന്റ് ആവുന്നുണ്ടോ, എന്തെങ്കിലും പ്രിന്റ് വരുന്നുണ്ടോ? കണ്ടോ, ഒന്നും പ്രിന്റ് വരുന്നില്ല. JS ഫയൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് പ്രിന്റിങ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺസോളിൽ എന്ത് പ്രിന്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം പ്രിന്റ് ചെയ്തിട്ടില്ല. മീൻസ് അതിന് കാരണം എന്താണ്, നം 1ലുള്ള വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നം 1ലുള്ള വാല്യൂ എന്താണ്, 10 ആണ്. നം 2ലുള്ള വാല്യൂ എന്താണ്, 20 ആണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത കണ്ടീഷൻ കറക്റ്റ് ആണോ? നം 1 എന്താണ്, നം 1 ഗ്രേറ്റർ ദാൻ നം 2 എന്നാണ്. അതായത് നം 1 നം 2നേക്കാൾ വലുതാണോ? നം 1ലെ വാല്യൂ 10 ആണ്, നം 2ലെ വാല്യൂ 20 ആണ്. അതിനെ കൊണ്ട് തന്നെ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷൻ ശരിയല്ല അല്ലേ. അതിനെ കൊണ്ട് എന്ത് ചെയ്യില്ല, കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ഈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഡ്, ഈ ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ
എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നം1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാഞ്ഞത്? നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലെ? ട്രൂ ആവുന്ന കേസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി എൽസ് അടുത്തതാണ്. ഇനി ഈ കൊടുക്കുന്ന കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചൂടെ നം2 ആണ് വലുത് എന്നുള്ളത് അല്ലെ? ആകെ 2 നമ്പേഴ്സ് ഉണ്ട്, നം1 ഉണ്ട് നം2 ഉണ്ട്. നം1 ആണോ നം2നേക്കാൾ വലുത് എന്ന് ചെക്ക് ചെയ്തു, അല്ല എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ പിന്നെ ഏതായിരിക്കും വലുത്? സ്വാഭാവികമായിട്ടും നം2 ആയിരിക്കൂല വലുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എൽസ് കേസില് നം2, അതായത് അപ്പൊ നമുക്ക് ഉറപ്പിക്കാമല്ലോ, വേറെ ഒന്നും കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി console.logൽ എന്ത് കൊടുക്കാം? നം2 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ കൺസോൾ ലോഗിൽ എന്ത് പ്രിന്റ് വരണം? നം2 ആണ് ലാർജസ്റ്റ് നമ്പർ എന്നുള്ള രീതിയിൽ പ്രിന്റ് വരണം. അപ്പം ഈഫും എൽസും നമ്മൾ പറഞ്ഞു. എന്താണ് ഈഫ്? ഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ ഏത് കോഡ് ഓഫ് ലൈൻസ്, ഏത് ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യും? ഈ ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യും. ഇനി നമ്മൾ കൊടുത്ത കണ്ടീഷൻ തെറ്റാണെങ്കിലോ? ഇവിടെ കൊടുത്ത കണ്ടീഷൻ ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട. നേരത്തെ പോലെ കൺസോളിൽ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചാൽ പോരല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. ആകെപ്പാട് 2 നമ്പേഴ്സ് ഉള്ളത്. നമ്പർ 1 അല്ല വലുത്, നമ്പർ 1 നമ്പർ 2നേക്കാൾ വലുതാണോ ചെക്ക് ചെയ്തു, അല്ല നമ്പർ 1 അല്ല വലുത് എന്നുള്ള മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതായിരിക്കും വലുത് ഉണ്ടാവുക? നം2 ആയിരിക്കും സ്വാഭാവികമായിട്ടും വലുതുണ്ടാവുക അല്ലെ? അപ്പോൾ നമുക്ക് ആ സംഭവം, അതായത് ഇനി ഈ കൊടുത്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്? എൽസ് കേസിൽ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഈ എൽസ് ബ്ലോക്ക് എപ്പോൾ വർക്ക് ചെയ്യും? ഈ കൊടുക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ വർക്ക് ചെയ്യും. അത്രയും മനസ്സിലാക്കിയത്. ഓക്കെ, അതായത് ഈഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യും. ഈ കൊടുത്ത കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ എൽസ് കേസ് വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുക, നം2 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് മേ ബി പ്രിന്റ് ചെയ്യേണ്ട കൺസോളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? യെസ്, കണ്ടോ? നം2 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കി നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നമ്പേഴ്സ്, ഇതിലിപ്പോൾ ഒരു നമ്പർ, ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നം3, ഓക്കെ, ഒരു വേരിയബിൾ കൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ് നം3 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? 100 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വെച്ച് കൊടുത്തു. ഓക്കെ, ലെറ്റ് നം3 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് 100 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് കൊടുത്തു. എനിക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിൽ ഈ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്താണ്? ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ അത് ചെക്ക് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ സെയിം ലൈക്ക് ഈഫ് എൽസ് സംഭവം തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ എന്താ മാറ്റം വരാനുള്ളത്? നമ്മൾ അതിന്റെ ലോജിക്സിൽ ചെറിയൊരു മാറ്റം വരും. എന്താണ്? എങ്ങനെ നമുക്ക് ആലോചിക്കണം. എന്താലോചിക്കണം? എങ്ങനെയാണ് ഒരു നമ്പർ ഈവൻ നമ്പർ ആണോ അല്ലേന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈഫ് സ്റ്റേറ്റ്മെന്റ് ഇടുന്നു. ഓക്കെ, ഈഫ് സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ കൊടുക്കണം അല്ലെ? കണ്ടീഷൻ കൊടുക്കുന്ന അവിടെ ഇരിക്കട്ടെ, ബ്ലോക്ക് ഇട്ടു. ഞാൻ എന്ത് ചെയ്തു? എൽസ് കേസ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. എന്താണ് കണ്ടീഷൻ? എങ്ങനെ കണ്ടീഷൻ കൊടുക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ കൊടുക്കാം? കൊടുക്കേണ്ടത് എങ്ങനെ വെച്ചാൽ, നമുക്ക് എന്താണ് ഈവൻ നമ്പർ? ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈവൻ നമ്പർ നമുക്ക് അറിയാലോ, 2, 4, 6, 8, 10, 12 ഇതൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? എങ്ങനെ നമുക്കത് ഒരു നമ്പർ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിന് ഈസി അല്ലേ? ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്പറിന് എന്ത് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലേ? അപ്പം ഈവൻ നമ്പേഴ്സ് എല്ലാം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിമൈൻഡർ എത്ര കിട്ടും? 0 കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഉള്ള ഒരു സംഭവം. അതായത് എങ്ങനെ ഈവൻ നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ തന്നിട്ടുള്ള നം3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ശിഷ്ടം 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ പോരെ? ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കണ്ടീഷൻ കൊടുക്കും. എങ്ങനെ കൊടുക്കും? നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിന് ശിഷ്ടം കണ്ടുപിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് ഈസി ആയിട്ട് എന്തുണ്ട്? ഒരു ഓപ്പറേറ്റർ ഉണ്ട്. എന്താണ്? മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ? മോഡുലസ് ഓപ്പറേറ്റർ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ സാധനം കണ്ടോ? പെർസെൻറ്റേജിന്റെ ചിഹ്നം കണ്ടില്ലേ?
സൈൻ കണ്ടില്ലേ, ഇതാണ് നമുക്ക് എന്ത് ഒരു മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡുലസ് ഓപ്പറേറ്റർ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിമൈൻഡർ, ഓക്കെ, റിമൈൻഡർ ആണ് എന്ത് മോഡുലസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നം3നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ കറക്റ്റ് ആവുമോ? നം3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നം3 എത്ര? 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 50 അല്ലേ വരിക. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 0 വരൂലല്ലോ, ഇല്ലല്ലോ. ഈക്വൽ ടു 0 വരുമോ? അതായത് 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 വരുമോ? ഇല്ല. ശിഷ്ടമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്ട്ലി എന്തല്ല ചെയ്യേണ്ടത്? ഇവിടെ ഡിവൈഡഡ് ബൈ അല്ല ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡയറക്ട്ലി ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ അല്ലെങ്കിൽ മോഡുലസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നം3 മോഡുലസ് 2 ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്ന് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരാം. 2 ഈക്വൽ ടു ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, 2 ഈക്വൽ ടു. എന്താണ് 2 ഈക്വൽ ടു കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ജാവാ സ്ക്രിപ്റ്റിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാ പറയാം. അല്ലാണ്ട് അതെന്തല്ല ഈക്വൽ ടു എന്ന് പറയില്ല നമുക്ക് ജാവാ സ്ക്രിപ്റ്റിൽ. ഓക്കെ, ഇവിടെ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് 2 അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് കൂടി ചേർന്നാണ് നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു എന്ന് പറയാം. അപ്പൊ ശരിക്ക് ഒരു നമ്പർ ഒന്നിനോട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ഇതാണ് എ ഈക്വൽ ടു ബി എന്ന് വായിക്കുക. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലാണ് എ ഈക്വൽ ടു ബി എന്ന് വായിക്കുക. മറ്റേത് എന്ത് വായിക്കും? എ അസൈൻ ബി എന്ന് വായിക്കും. എന്താണ്? ഇത് എ അസൈൻ ബി ആണ്, ഇത് എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് 2 അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചെക്ക് ചെയ്തത്. അപ്പൊ നം3 എത്രയാ? 100 മോഡുലസ് 2 ഈക്വൽ ടു 0. മോഡുലസ് 2 എന്ന് പറയുമ്പോൾ നം3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിഷ്ടം, അതാണ് മോഡുലസ്. ഓക്കെ, ശിഷ്ടം ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്? നമുക്ക് ഉറപ്പിക്കാം അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ ട്രൂ ആവുന്ന കേസിൽ നമുക്ക് ഈ ഒരു ബ്ലോക്കല്ലേ വർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? console.logൽ നം3 ഈസ് ഈവൻ നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. എന്താണ്? നം3 ഈക്വൽ ടു നം3 എന്താണ്? ഈവൻ നമ്പർ ആണെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം 0 കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്ത് അതൊരു ഈവൻ നമ്പർ ആണ്. അതിന് എക്സാമ്പിൾ മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പറിന് 2 ഈവൻ നമ്പർ ആണല്ലോ. 2നെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്രയാ? 2/2 എത്രയാ? ഈക്വൽ ടു 1 ആണ് കിട്ടിയ. ശിഷ്ടം എത്ര കിട്ടും? 0. ഫുള്ളായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? റിമൈൻഡർ 0 ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ 4നെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ 4/2 എത്രയാ? ആൻസർ 2 കിട്ടി. അതായത് ഫുള്ളായിട്ട് എന്ത് 2 എന്ത് 4ല് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ശിഷ്ടം 0 കിട്ടും. ശിഷ്ടം 0 കിട്ടുന്നതിന് അർത്ഥം അതൊരു ഈവൻ നമ്പർ ആണെന്ന് അർത്ഥം. ഓക്കെ, സെയിം കേസിൽ 3നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 2, 3ൽ 2 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും. ബാക്കി റിമൈൻഡർ എത്ര ഉണ്ട്? 1 റിമൈൻഡർ ഉണ്ട് അല്ലെ? അപ്പോൾ 3 എന്ന് പറഞ്ഞത് ഈവൻ നമ്പർ അല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 2ഉം 4ഉം എന്താണ്? ഈവൻ നമ്പർ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഏത് ഈവൻ നമ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് അതിന് ശിഷ്ടം 0 കിട്ടുന്നുണ്ടാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൽസ് കേസിൽ നം3 മോഡ് 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെന്നുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഉറപ്പല്ലേ? എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? console.logൽ നം3 ഈസ് ഓഡ് നമ്പർ. ഓക്കെ, കണ്ടോ? ഇനി നമ്മളൊന്ന് എന്ത് ചെയ്യാം? പ്രിന്റ് കൺസോളിൽ പോയി ചെക്ക് ചെയ്യല്ലേ? കണ്ടോ? വന്നില്ലല്ലോ. റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിഫ്രഷ് ചെയ്തപ്പോൾ കണ്ടോ? നം3 ഈസ് ഈവൻ നമ്പർ. നം3 ഈവൻ നമ്പർ ആണോ? തെറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? നം3 എത്ര? 100 ആണ്. 100 എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? 101 ആക്കി കൊടുത്തു, 101 ആക്കി കൊടുത്തു. അപ്പൊ എന്ത് തോന്നുന്നു? നം3 ഈസ് ഓഡ് നമ്പർ. കണ്ടോ? ഇനി 1000 ആക്കി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഈവൻ നമ്പർ. ഓക്കെ, ഇനി അത് 1001 ആക്കി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഓഡ് നമ്പർ.
ഓക്കെ, ഇനി 1005 ആക്കി കൊടുത്തു, അപ്പോഴും എന്താണ് ഓഡ് നമ്പർ. കണ്ടോ, മനസ്സിലായോ? അപ്പം സിമ്പിൾ ആണ് സംഭവം, ഈസിയാണ്. അതിന്റെ ഐഡിയാസ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. കണ്ടീഷൻസ് എങ്ങനെ, ഈ സ്റ്റേറ്റ്മെന്റ്സും എൽ സ്റ്റേറ്റ്മെന്റ്സും എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പം ഒരു കേസും കൂടി, ഒരു എക്സാമ്പിളും കൂടി പറയാം നമുക്ക്. ഓക്കെ, ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഓക്കെ, നം 3 നം 4 ഉണ്ട്, ലെറ്റ് നം 4 ഉണ്ട്. നം 4ൽ ഞാൻ എന്ത് ചെയ്തു, 10 കൊടുത്തു അല്ലെങ്കിൽ 50 കൊടുത്തു. ഓക്കെ, അതോടെ 1 കൊടുത്തു. ഓക്കെ, നം 4ൽ എത്ര കൊടുത്തു, 1 കൊടുത്തു. ഈ നം 4ൽ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെ ചെക്ക് ചെയ്യാം? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ലോജിക്ക് എന്താണ്, എങ്ങനെയാണ് ഒരു നമ്പർ, എപ്പോഴാണ് ഒരു നമ്പർ പോസിറ്റീവ് ആവുക, എപ്പോഴാണ് ഒരു നമ്പർ നെഗറ്റീവ് ആവുക എന്നുള്ളത് ആലോചിച്ചാൽ പോരെ. എപ്പോഴാണ് ഒരു നമ്പർ നെഗറ്റീവ് ആവുക അല്ലെങ്കിൽ പോസിറ്റീവ് ആവുക? അതെ, ഓക്കെ, സീറോന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീറോനേക്കാളും ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ, ഒരു നമ്പർ പൂജ്യത്തിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവ് നമ്പേഴ്സ് ആണെന്ന് പറയാം. പൂജ്യത്തിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണെന്ന് പറയാം, അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇട്ടു. നം 4 എന്താണ്, ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പോസിറ്റീവ് ആണ്, അല്ലെ? അപ്പോൾ നം 4 ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗില് നം 4 ഈസ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് കൊടുത്തു. അപ്പൊ എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, ഈ ബ്ലോക്ക് വർക്ക് ചെയ്യും. ബ്ലോക്ക് വർക്ക് ചെയ്തിട്ട് നം 4 ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഇനി അതല്ലെങ്കിലോ, നം 4 അല്ല, അതായത് നം 4 ഗ്രേറ്റർ ദാൻ സീറോ അല്ല, പൂജ്യത്തിനേക്കാൾ വലുതല്ല, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി എൽസ് കേസ് കൊടുത്താൽ മതിയോ? അവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൽസ് കേസ് കൊടുത്താൽ മതിയോ? നമ്പർ പൂജ്യത്തിനേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ്, പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ നെഗറ്റീവ്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേസ്. ചിലപ്പോൾ എന്ത് വരാം, സീറോ വരാം. അപ്പൊ എന്ത് സംഭവിക്കും, നം 4ൽ സീറോ ആണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് എന്താ പ്രിന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ കൺസോൾ ലോഗിൽ നം 4 ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. ഇപ്പൊ അതല്ല ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നം 4 പൂജ്യത്തിനേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കൺസോളിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എത്ര പ്രിന്റ് ചെയ്തിട്ടുള്ളത്, എന്താ പ്രിന്റ് ചെയ്തിട്ടുള്ളത്, നം 4 ഈസ് പോസിറ്റീവ്. നം 4 എന്താണ്, പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, നമ്മള് നം 4ൽ എത്ര വാല്യൂ ഉള്ളത്, 1 ആണ്. അതിനെ കൊണ്ട് തന്നെ എന്താണ്, പോസിറ്റീവ് തന്നെയാണ്, കറക്റ്റ് ആണ്, അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, -1 കൊടുത്തു, -1 കൊടുത്തു, ചെക്ക് ചെയ്ത് നോക്കാം. നം 4 ഈസ് നെഗറ്റീവ്. കണ്ടോ, കറക്റ്റ് അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ല. നം 10 കൊടുത്തു, -10 കൊടുത്തു, നം 4 ഈസ് നെഗറ്റീവ്. കണ്ടോ, കറക്റ്റ് ആണ്. എന്ത് ചെയ്തു, 100 കൊടുത്തു, നം 4 ഈസ് പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. പക്ഷെ ഒരു ചെറിയൊരു സാധനം കാണിച്ചു തരാം. നം 4ൽ ഞാൻ എന്ത് ചെയ്തു, 0 വെച്ച് കൊടുത്തു. അപ്പോഴും എന്താ വന്നത്, നം 4 ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നെഗറ്റീവ് ആണോ, 0 നെഗറ്റീവ് ആണോ? അപ്പൊ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നില്ലേ? അപ്പോൾ അവിടെ സീറോന്റെ കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നുള്ളൂ, സീറോനേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്തു, സീറോനേക്കാൾ ചെറുതാണോ എന്നുള്ളതും ചെക്ക് ചെയ്തു, അല്ലെ? അല്ലെങ്കിൽ വലുതാണോ ചെക്ക് ചെയ്തു, അതല്ലാത്തതെല്ലാം നമ്മൾ എന്താക്കി കൊടുത്തു, നെഗറ്റീവ് ആക്കി കൊടുത്തു, അല്ലെ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്ക് എന്തും കൂടി ചെക്ക് ചെയ്യണം, സീറോ ആണോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എൽസ് ഇഫ് ഒരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യണം. എന്ത്, നം 4 ഈക്വൽ ടു 0 ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തിട്ട് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ മതി, കൺസോൾ ഡോട്ട് ലോഗില് നം 4 ഈസ്
0. ഓക്കെ, 4 is 0. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് വന്നില്ലേ. ഇനി എന്ത് ചെയ്തു, ഇതിന് ഞാൻ എന്ത് ചെയ്തു, 10 ആക്കി കൊടുത്തു, നമ്പർ പോസിറ്റീവായി. എന്നിട്ട് -10 ആക്കി കൊടുത്തു, നമ്പർ നെഗറ്റീവായി. ഇനി അത് 0 ആക്കി കൊടുത്തു, നമ്പർ 0. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഭയങ്കര രസമാണ് സംഭവം ചെയ്യാൻ. നമുക്ക് എന്താണ്, എങ്ങനെയാണ് സംഭവങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ, ഇഫ് എപ്പോൾ വർക്ക് ചെയ്യും, ഇഫിന്റെ ബ്ലോക്ക് എപ്പോൾ വർക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന്റെ ബ്ലോക്ക് വർക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എൽസ് കേസ് വർക്ക് ചെയ്യും. ഇനിയും കണ്ടീഷൻസ് അതിലും കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽസ് ഈഫ് അല്ലെ, എൽസ് ഈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്കും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് എത്ര ഈഫ് എൽസ് ഇത്ര എൽസീഫ് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് 3 കൊടുത്തിട്ടുള്ളൂ. 3 അല്ല, നമുക്ക് എന്ത് ചെയ്യാം, 4, 5, 6, 7, 8 എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പല കേസസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഗ്രേഡ് സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എങ്ങനെ ഗ്രേഡ് സിസ്റ്റം, അതായത് ഒരു കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, അതിലോട്ട് എന്ത് ചെയ്തു, ഒരു 90 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, അത് കുട്ടിക്ക് 90 മാർക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് എത്രയാണ് സ്കോർ എന്നുള്ളത്, എത്രയാണ് ഗ്രേഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതായത് മാർക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. ആ മാർക്ക്, ആ വേരിയബിളിനെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻസ് കൊടുത്തിട്ട് ആ കുട്ടി എത്ര സ്കോർ ഉണ്ട്, ഏത് ഗ്രേഡിലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടി സ്കോർ ചെയ്തിട്ടുള്ള ഗ്രേഡ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിനെങ്ങനെ ഈഫ് ഇടുന്നു, അതായത് എങ്ങനെ 90 മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, A+ കൊടുക്കാം. 90 താഴെ 80 മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ A കൊടുക്കാം. 70 മുകളിലോട്ടാണെങ്കിൽ B+ കൊടുക്കാം. 60 മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ B കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, ഒരു ഗ്രേഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതൊന്നും എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടാവും, ഒന്ന് എന്ത് ചെയ്യാം, ചോദിച്ചാൽ മതി. നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.